നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ഈ വ്യക്തി എന്തുദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്തുദ്ദേശത്തിലാണ് ഈ വ്യക്തി വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു ഉദ്ദേശമുണ്ട്, പിന്നെ യൂണിവേഴ്സിന് ഒരു ഉദ്ദേശമുണ്ട്. ഓരോ സമയത്ത് ഓരോ ആൾക്കാരെ നമ്മളുടെ ജീവിതത്തിൽ വരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇവല്യൂഷൻ നടക്കണം, അല്ലെ? അപ്പോ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരും, നെഗറ്റീവ് പോസിറ്റീവ്. അത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതനുസരിച്ചാണ് നമ്മളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ചിലപ്പോൾ ബെറ്റർ ആവും, ചിലപ്പോൾ വേഴ്സ് ആയി പോകും, മോശമായി പോകും. അപ്പൊ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് യൂണിവേഴ്സിനും ഒരു ഉദ്ദേശമുണ്ട്. എന്തിനാണ് ഈ വ്യക്തിയെ അയച്ചിരിക്കുന്നത്? അപ്പൊ എന്താണ് നമുക്ക് റീഡിംഗ് വരുന്നത് നോക്കാം. നമുക്ക് അവസാനം ഏഞ്ചൽ മെസ്സേജസ് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ഇല്ലെന്ന് ആദ്യം തന്നെ പറയുന്നു. ഭഗവാനെ ഓം നമ ശിവായ. അപ്പൊ ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിന്റെ റിലേഷൻഷിപ്പിന്റെ കുറിച്ചിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ. ഒരു കാർഡ് തന്നിട്ടുണ്ട്, രണ്ട് കാർഡ് തന്നിട്ടുണ്ട്. ഇനി കാഴ്ച വന്നിട്ടുണ്ടെന്ന് ഭഗവാനെ ഓം നമ ശിവായ. എനിക്കറിയായിരുന്നു ഇങ്ങനെ ഒരു കറക്കം ഉണ്ടാവും, പറന്നു പോകുന്നു. എനിക്കറിയായിരുന്നു. ഒരു മിനിറ്റ്, എനിക്ക് കാണുന്നു. അപ്പൊ നമുക്ക് ഇത്രയും കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരു 5 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് മൗണ്ടൻസ് എങ്ങനെയാണ് നമ്മളെ ചില സമയത്ത് എനിക്ക് അത് സയന്റിഫിക്കലി എനിക്ക് അറിഞ്ഞൂടാ, എന്നാൽ എനിക്ക് തോന്നാറുണ്ട് ഭൂമിയിൽ പർവ്വതങ്ങള് വെച്ചിരിക്കുന്നത് ഭൂമിക്ക് ഒരു സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നാറുണ്ട്. അപ്പൊ ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പൊ ഒരു സാധനം വന്നാലും കുലുങ്ങില്ല. അത്രയും കൊടുങ്കാറ്റൊക്കെ വന്ന് അടിച്ചാലും അത് തടഞ്ഞു നിർത്തും. അങ്ങനെയാണ് നമുക്ക് മഴ കിട്ടുന്നത് കേരളത്തിൽ. അപ്പോ അതുപോലെ ആയിരിക്കണം നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്ത് പ്രതിസന്ധിയിലും നിങ്ങൾ തളരാൻ പാടില്ല, ഉറച്ച നിലപാടോടെ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഉള്ളിലിരുന്ന് നമുക്കൊരു മനസാക്ഷിയുണ്ട്, നമുക്കൊരു വഴികാട്ടിയുണ്ട് നമ്മുടെ ഉള്ളില്. അതാണ് നമ്മുടെ ഈ തോന്നലുകള്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. പല അപകടങ്ങളും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകും. ചിലരെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ പിടിക്കില്ല, അല്ലെ? എന്നാലും നമ്മൾ അവരോട് സംസാരിക്കും, പിന്നെ നമ്മൾ സൗഹൃദത്തിലേക്ക് പോകും. പക്ഷെ ആദ്യം നമുക്ക് ആ ഒരു ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ മറന്നുപോകും. അവസാനം ഒരു പണി കിട്ടുമ്പോൾ അപ്പോഴാണ് ഓർമ്മ, ഇത് എങ്ങനെയായിരുന്നല്ലോ എനിക്ക് ഇയാളെ കുറിച്ചുള്ള ചിന്ത, എനിക്ക് കിട്ടിയ ഇംപ്രഷൻ. മൂന്നാമത്തെ കാർഡ്, ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഈ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വന്നേ തീരുള്ളൂ എന്നാണ് പറയുന്നത്. നാലാമത്തെ കാർഡ് പറയുന്ന ഭസ്മാസുർ, മിസ്യൂസ് ഓഫ് പവർ. നമ്മൾക്ക് ചിലപ്പോ നമ്മൾ പറയുന്ന വലിയ പവർഫുൾ ആയ ഒരാള് നമ്മൾ പറയുന്നത് നമ്മളുടെ മകനായിരിക്കാം, മകളായിരിക്കാം, ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ പറയുന്നതിന്റെ അപ്പുറം അവർ പോകില്ല. അപ്പൊ നമ്മൾക്ക് അവരിലുള്ള പവറ് നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ഉപദ്രവിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹം ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. അഞ്ചാമത്തെ കാർഡ് മെഡിറ്റേഷൻ എപ്പോഴും നല്ലതാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആരും ദേവന്മാരോ ദേവതമാരോ ഒന്നും അല്ല. നമ്മളെല്ലാവരും കുറെ പ്രശ്നങ്ങളും കുറെ ക്രൂരതകളും കുറെ ചീത്ത വിചാരങ്ങളും കുറെ ചീത്ത സ്വഭാവങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്. നമ്മൾ സ്വയം വിശ്വസിക്കുക, ഞാൻ പെർഫെക്റ്റ് ആണ്, ചില സമയത്ത് നമ്മൾ ദൈവത്തിനെ പറ്റിക്കാൻ നോക്കും, അല്ലെ? കണ്ണടച്ച് ദൈവം പോലും കാണുന്നില്ല എന്ന് വെച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് നമ്മൾ സമർത്ഥിക്കും നമ്മളോട് തന്നെ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പറയും, തെറ്റാണ് ചെയ്തത്, തെറ്റാണ് ചെയ്തത്. പക്ഷെ അത് നമ്മൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ പെർഫെക്റ്റ് ആണ്, നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നങ്ങ് വിശ്വസിക്കും. അവിടെ പണി വരും. ഓൾറൈറ്റ്, എന്തെങ്കിലും ആവട്ടെ. അപ്പോ
നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വന്നിരിക്കുന്ന ഈ വ്യക്തിയുടെ വരാനുള്ള ശരിക്കുള്ള ഉദ്ദേശം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. ഇത് 3 കാർഡായിട്ട് എടുക്കണം. അങ്ങനെയുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 കാർഡായിട്ട് നോക്കാം. ഓക്കെ, എന്തായാലും ഓറക്കൽ മെസ്സേജ് നമ്മൾ മെയിൻ എല്ലാവർക്കും വേണ്ടി ഒന്നാണ് നോക്കുന്നത്. എന്തായാലും ഞാൻ 1-ാമത്തെ കാർഡ്, 2-ാമത്തെ കാർഡ്, ഇതിപ്പോ എനിക്ക് തോന്നിയതാണ്, അതങ്ങ് ചെയ്യാനേ. 3-ാമത്തെ കാർഡ്, നിങ്ങൾക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ഇത് വെച്ച് തരാം. ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. വെള്ള റോസ്, വെള്ള ലാവൻഡർ ആണെന്നാലും കുഴപ്പമില്ല. ഇത് 1, ഇത് റെഡ് 2, യെല്ലോ 3. ഇതിൽ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് എന്നിട്ട് റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾക്ക് 3ഉം 2ഉം മാറ്റി വെക്കാം. 1-ാമത്തെ കാർഡ് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല, നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാ ചെയ്തത്. അപ്പോ ഈ 1-ാമത്തെ കാർഡ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള എനർജി, അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്ലാരിഫിക്കേഷൻ റീഡിങ്ങിന് നമുക്ക് ഈ കാർഡുകൾ എടുക്കാം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 1-ാമത്തെ കാർഡ് തുറന്നു നോക്കാം എന്താണെന്ന്. ഇവിടെ വന്നിരിക്കുന്ന ഡെവിൾ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള എനർജി, ഇവിടെ ഒരു പിടിവലി നടക്കുന്നുണ്ട്. എന്ന് വെച്ചാല് ആർക്കാണ് കൂടുതൽ കൺട്രോള്, എനിക്ക് ആ പുള്ളിയെ കൺട്രോൾ ചെയ്യണം, പുള്ളിക്ക് എന്നെ കൺട്രോൾ ചെയ്യണം, ഈ ഒരു ഫൈറ്റ് ആണ് നിങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പിടിവലി നടക്കുന്ന പോലെ, ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്, ഡെവിൾ ആണിത്. ഞാൻ ഈ കാപ്രിക്കോൺ എന്തുകൊണ്ടാണ് ഡബിൾ എനർജി കൊടുക്കുന്നതെന്ന് ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പൊ ചിലടത്ത് ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചു, ഇങ്ങനെ കാപ്രിക്കോൺ എല്ലാ കാപ്രിക്കോണും ആവണമെന്നില്ല കേട്ടോ. പ്ലാനറ്ററി നെഗറ്റീവ് ഇതുള്ള കാപ്രിക്കോൺസ് മറ്റുള്ളവരെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അവരിലുള്ള ശുദ്ധത ഇവരുടെ ഉപയോഗത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ്, പൊട്ടന്മാരാക്കുന്ന പോലെ. അങ്ങനത്തെ ഒരു പരിപാടി ചില കാപ്രിക്കോൺസിന് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാപ്രിക്കോൺ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഭഗവാനെ, മജിഷ്യൻ റിവേഴ്സ് മാനിപ്പുലേറ്റർ ആണ്. അതുപോലെ തന്നെ പിന്നെയും ഡെബിൾ വന്നേക്കുന്നുണ്ടോ, ഡെബിൾ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ടോക്സിക് ആയിട്ടുള്ള, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട്. ചിലപ്പോൾ 2 പേരും അല്ലെങ്കിൽ ഒരാള്. അപ്പോ നിങ്ങൾ തമ്മിലുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഈ എനർജിയാണ് ടോക്സിക്, മനസ്സിലായോ? അതിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഇവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. 2 പേരും കൂടെ ഒരു പവർ സ്ട്രഗിൾ നടക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ മജിഷ്യൻ റിവേഴ്സ് എന്ന് പറയുമ്പോൾ വളരെയധികം മാനിപ്പുലേഷൻ ഉള്ള ഒരു എനർജിയാണ്. മറ്റുള്ളവരെ പറഞ്ഞു പറ്റിക്കുന്ന, സ്വന്തം കാര്യം നടത്താൻ വേണ്ടി. അങ്ങനെ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെത് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ കാപ്രിക്കോൺ, ഇത് ജെമിനായി. കുറച്ച് പണിയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണ്, അതും കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. എന്നാലും ചോദിക്കാം, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ? ഞാൻ എന്തായാലും ഇതൊന്ന് ഞാൻ ആദ്യം ഒന്ന് ഷഫിൾ ചെയ്തേക്കട്ടെ, എന്നിട്ട് നോക്കാം. ശിവായ് കാർഡ് കിട്ടി, എന്നാലും ഞാൻ ആ കാർഡ് എടുത്തില്ല. നമുക്കൊന്ന് ഷഫിൾ ചെയ്തിട്ട് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പൊ നമുക്ക് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്ന് നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് 2 പേരും. 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് ഇങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും നിങ്ങൾ അപ്പൊ വളരെ പടവെട്ടി, എന്ന് വെച്ചാല് എല്ലാവരും എതിർത്തു, ഞങ്ങൾ സമ്മതിച്ചില്ല, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് 2 പേരും കൂടെ ഒരുമിച്ചതായിരിക്കാം. അപ്പൊ പുറമേ സന്തോഷം അഭിനയിക്കാതെ വയ്യ കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ ആണത്. ക്ലാരിഫൈ ചെയ്യുന്ന 2 ഓഫ് സ്വേർഡ്സും പേജ് ഓഫ് വാൻസും. ഇപ്പോ നിങ്ങൾ 2 പേരും ഒരുമിച്ച് വന്ന റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ്, അയ്യോ, ഇപ്പോഴാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങളെ ഒന്ന് ഇരുത്തി ചിന്തിക്കുകയാണ്. നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഡിസിഷൻ എടുത്തത് കുറച്ച് സ്പീഡായി പോയോ? ഇത് 2 ഓഫ് സ്വേർഡ്സ് ആണ്. ഇത് ഡിസിഷൻ വളരെ ഡിഫിക്കൽട്ട് ആയ ഡിസിഷൻ ആണ്. നിങ്ങൾ വിജയം കൈവരിച്ച പോലെയാണ്. എല്ലാവരും എതിർത്ത് നിങ്ങൾ ഒരുമിച്ചു.
പക്ഷേ ഇതൊരു കുട്ടിക്കളിയായി പോയോ, എടുത്തുചാട്ടമായി പോയോ എന്നൊരവസ്ഥ രണ്ടുപേരുടെയും മനസ്സിലുണ്ട്. പേജ് ഓഫ് സ്പോൺസ് എന്ന് പറഞ്ഞാല് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. 9 ഓഫ് കപ്സ് ക്യാൻസർ പൈസസ് സ്കോർപിയോ ആണ്. 2 ഓഫ് സ്വേർഡ്സ് അക്വേറിയസ് ലിബ്ര ജെമിനി ആണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കണ്ടു കണ്ടില്ല എന്ന മട്ടിൽ അങ്ങ് പോയി. ഇവിടെ ഇത് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആണോ? നിങ്ങൾ വിവാഹം കഴിച്ച രണ്ടുപേർ, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ആയിരുന്ന ആൾക്കാരെ ഉപേക്ഷിച്ചിട്ടാണോ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്? അറിയില്ല. അപ്പൊ ഇവിടെ ഒരു 3 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ലവേഴ്സ് ആണ്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ്. ഇത് സോൾമേറ്റ് ആണ്. സോൾമേറ്റ് എന്ന് പറയുമ്പോൾ കടമുള്ള ബന്ധങ്ങളാണ് സോൾമേറ്റ് ആയിട്ടും ട്വിൻ ഫ്ലെയിം ആയിട്ടും വരുന്നത്. വെച്ചാല് പഴയ ജന്മത്തിൽ എപ്പോഴോ ഒരുമിച്ചുണ്ടായിരുന്നത് കടം വീട്ടിയില്ല, അവിടെ കാര്യങ്ങൾ മുഴുവനായിട്ട് നടന്നില്ല. അപ്പൊ ആ കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മളുടെ പുറകെ വരുന്ന, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന ജന്മത്തിൽ നമ്മൾ വന്ന് രണ്ടുപേരും ഒരുമിച്ച് ചേരും എന്ന ഒരു സിറ്റുവേഷൻ. അപ്പോ ഈ ലവേഴ്സ് കാർഡ് കാർമിക് ആണ്, കാർമിക് സിറ്റുവേഷൻ ആണ്. അപ്പൊ നിങ്ങൾ തേർഡ് പാർട്ടി കണക്ഷൻ, നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചവരെയോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരെയോ ഉപേക്ഷിച്ചിട്ട് വന്ന് കയറിയിരിക്കുന്ന രണ്ടുപേരാണ്. അപ്പൊ ഇത് നിങ്ങൾ വന്നേ ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ ഇവിടെ വന്ന് ചേർന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് കാരണം കർമ്മഫലമായിട്ട് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങളുടെ രണ്ടുപേരുടെയും. അതുകൊണ്ടാണ്. അപ്പൊ കടം തീർക്കാൻ വേണ്ടി വന്ന് കയറിയിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണ്. ഈസി ആയിരിക്കില്ല, വളരെയധികം തലവേദന ആയിരിക്കും. അപ്പോ ഈ വ്യക്തി നിങ്ങളെ കുറെ പാഠങ്ങൾ പഠിപ്പിക്കും. അതാണ് കാർമിക് സിറ്റുവേഷൻ എപ്പോഴും നമ്മളെ കുറെ പാഠങ്ങൾ പഠിപ്പിക്കും. നമ്മൾ പഠിക്കോ ഇല്ലയോ എന്നുള്ളത് വേറെ. മനസ്സിലായോ? എന്തുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് ഒരു കാര്യം കോയിൻസിഡൻസ് അല്ല. നമ്മള് എല്ലാവരും യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു കാര്യവും കോയിൻസിഡൻസ് അല്ല. എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിനും ഉദ്ദേശമുണ്ട്. ആ വ്യക്തി നിങ്ങളോട് ഇന്ന തരത്തിൽ പെരുമാറുന്നതിനും ഒരു ഉദ്ദേശമുണ്ട്. മനസ്സിലായോ? നമ്മളുടെ കടങ്ങൾ തീർക്കുക, അതാണ്. അപ്പോ അങ്ങനത്തെ ഒരു കണക്ഷൻ ആണ് നിങ്ങളുടേതാണ്. കാർമിക് സിറ്റുവേഷൻ ആണ് ഇത്, തേർഡ് പാർട്ടി കണക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. എനിക്ക് അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ കൺഫേം ചെയ്തു. ഇവിടെ ക്യാൻസർ പൈസസ് സ്കോർപിയോ ജെമിനി ആണ് വന്നിരിക്കുന്നത്. ജെമിനി ഇവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ജെമിനി സ്ട്രോങ് ആണ് ഇവിടെ. ഓൾറൈറ്റ്. ഇവിടെ അപ്പൊ ഇതൊരു കാർമിക്സ്, ഇതാണ് ഉദ്ദേശം, നിങ്ങളെ പാഠങ്ങൾ പഠിപ്പിക്കാൻ. നിങ്ങൾ കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പില് ഹാപ്പി ആണെന്ന് നിങ്ങൾ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഹാപ്പി ആണ്, കാരണം നിങ്ങൾ സ്നേഹിച്ച ആളെ തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു സന്തോഷം അങ്ങോട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ആ ഒരു കാരണം എന്താ വെച്ചാൽ ഒരു കാർമിക് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ഇവിടെ കുറെ പാഠങ്ങൾ നിങ്ങൾ പഠിക്കും ഈ റിലേഷൻഷിപ്പ് കൊണ്ട്. നിങ്ങളെ വെള്ളം കുടിപ്പിക്കുമോ? അറിയില്ല. നമുക്ക് നോക്കാം. ഏഞ്ചൽ മെസ്സേജസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ, ഞാൻ എപ്പോഴും ഭഗവാനെ എന്നാ വിളിക്കുക, പക്ഷെ ഇത് ഏഞ്ചൽസ് ആണ്. ഏഞ്ചൽസും ദേവതമാരാണല്ലോ അല്ലെ, മാലാഖമാരാണെന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാത്തിലും മലക്കുകള്, മാലാഖമാര്. ഓരോ മതങ്ങളിലും ഈ മാലാഖമാരെ ഓരോ പേരിട്ടാണ് വിളിക്കുന്നത്. ആരെങ്കിലും ആയിക്കോട്ടെ, സത്യമായ മെസ്സേജ് തരണേ. ഇവിടെ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് സ്വഭാവം, നമ്മൾ അകന്ന് രണ്ട് വീട്ടിൽ താമസിക്കുന്നവര് അവരുടെ നമ്മള് കുറച്ച് നേരത്തേക്ക് കാണുന്നു. ഓഫീസിൽ ഒരു 8 മണിക്കൂർ കാണുന്നു, യാത്ര ചെയ്യുമ്പോൾ കാണുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണ് പുറത്ത് വെച്ച് കാണുന്നു. പക്ഷെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് സ്വഭാവം ശരിക്കും മനസ്സിലാവുക. അപ്പൊ നിങ്ങൾ ഇനിയും നിങ്ങളെ മനസ്സിലാക്കാനുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുണ്ടെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഇതിനകത്ത് കുറെ റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. അപ്പോ ആ റെഡ് ഫ്ലാഗ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നല്ല കെമിസ്ട്രി ആണ് നിങ്ങൾ. അങ്ങനെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോ തന്നെ ഒരു ആദ്യം കണ്ടപ്പോ തന്നെ അത് നിങ്ങൾ കാർമിക് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. കാർമിക് സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് നിങ്ങൾ വേറെ ആരെങ്കിലുമായിട്ട് വിവാഹിതരാണ് അല്ലെങ്കിൽ ബന്ധത്തിലാണ് എന്നൊന്നും അവരെ ബാധിക്കുന്നേ ഇല്ല. ഒരു കാർമിക് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിനകത്ത് പെട്ടുപോവുകയാണ്, ഒഴുക്കിൽ പെട്ടുപോകുന്ന പോലെയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ വളരെയധികം കെമിസ്ട്രി ഉണ്ട് നിങ്ങൾ തമ്മിൽ. അവസാനത്തെ കാർഡ് പറയുന്നത് കരിയറും ഫിനാൻസും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നെന്ന് പറഞ്ഞ മറ്റേയാള് നിങ്ങളോട് ജോലി ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പണത്തിന്റെ മുകളിൽ, നിങ്ങളിപ്പോ ജോലിയുണ്ട്, മറ്റേയാൾക്ക് ജോലി ഇല്ല, അതല്ല നിങ്ങൾക്ക് ഉയർന്ന ജോലി മറ്റേയാൾക്ക് ചെറിയ ജോലിയാണെങ്കിൽ ചിലപ്പോൾ ആ ജോലി ഉപേക്ഷിക്കാൻ ചാൻസ് ഉണ്ട് ആ വ്യക്തി. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആവും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഫിനാൻസ് അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻസിൽ
ഒരു പിടിപ്പ് വേണം, ജോലി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള മെസ്സേജ് ആണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് ഇവിടെ തന്നത് കേട്ടോ. അപ്പൊ അതാണ് ഒന്നാമത്തെ വെള്ള പൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് വന്നത്. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ രണ്ടാമത്തെ നമ്പർ എടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ നമ്പർ ഇതാണ്, ചുമപ്പാണ്, ചുമന്ന പൂവാണ്. രണ്ടാമത്തത് ഹെയറോഫാണ്ട് ആണ്. ഹെയറോഫാണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലികളാണ്, സ്ഥിരമായ ജോലി, ആർമി, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഒരു സ്ഥിരതയുള്ള. ടോറസ് എപ്പോഴും ടോറസ് സോഡിയാക് സൈൻ ആണ്. ഹെയറോഫാണ്ട് എന്ന് പറഞ്ഞാല് ചിലപ്പോ റിലീജിയനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാള്, ഏത് റിലീജിയൻ ഏത് മതത്തിലായാലും ആ മതത്തിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാള്, വളരെ സ്റ്റേബിൾ ആയ ഒരാള്, വളരെ ഡിസിപ്ലിൻഡ് ആയ ഒരാള്, വളരെ ഉറച്ച ചിന്താഗതിയുള്ള, ആരാലും മാറ്റാൻ പറ്റാത്ത ഉറച്ച ചിന്താഗതിയുള്ള ആള്, വളരെയധികം കൺസർവേറ്റീവ് ആയ, യാഥാസ്ഥിതികനായ സ്ത്രീയോ പുരുഷനോ ആയ ഒരു എനർജി, അങ്ങനെയൊക്കെയാണ്. അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്, അവർ തീരുമാനം എടുത്താൽ അത് മാറില്ല. അങ്ങനത്തെ വളരെ ശാഠ്യമുള്ള എനർജിയാണ്. അപ്പൊ ഇത് നിങ്ങൾ തമ്മിലുള്ള എനർജി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും ഒരേ റിലിജിയൻ ഫോളോ ചെയ്യുന്നവരായിരിക്കും. രണ്ടുപേരും വളരെ കൃത്യമായിട്ട്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലിജിയനിൽ ജനിച്ച് അതേ റിലിജിയൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഭയങ്കര വിശ്വാസമുള്ള ആളുകളാണ്. ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തിന് എന്താ പറയാ മാറ്റിവെക്കാൻ നിങ്ങൾ ശ്രമിക്കില്ല എന്നാണ്. വളരെ നല്ല കാര്യമാണ്. നമുക്ക് എപ്പോഴും ഒരു അഭിപ്രായം ഉണ്ടാവുക, നമുക്കൊരു വിശ്വാസം, സ്ഥിരമായ ഒരു വിശ്വാസം ഉണ്ടാവുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ടോറസ് സോഡിയാക് സൈൻ ആണ്. നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ തമ്മില് ചിലപ്പോ നിങ്ങൾ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന രണ്ടുപേരായിരിക്കാം. ഓക്കെ, അതിനെ ക്ലാരിഫൈ ചെയ്യുന്ന വേൾഡ് കാർഡ് റിവേഴ്സ് ആണ്. ഇതൊരു ഇൻകംപ്ലീറ്റ് ബിസിനസ് ആണെന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല റിലേഷൻഷിപ്പ്. അപ്പോ ഇവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സൺ കാർഡ് റിവേഴ്സ്. സൺ കാർഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് ഇല്ലായ്മ. വേൾഡ് കാർഡ് റിവേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീഷൻ എത്തിയിട്ടില്ല. ഇതിലൊരു ഇൻകംപ്ലീറ്റ്, ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, ഒരു ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന രണ്ടുപേര്, ഒരേ മതത്തിലുള്ളവര്. പക്ഷെ ചില മതങ്ങള് ഡിവോഴ്സ്, മിക്ക മതങ്ങളും ഡിവോഴ്സ് സമ്മതിക്കില്ല. കാരണം വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ രണ്ടുപേര് വിവാഹം വരെ എത്തിയെങ്കിൽ അത് സ്വർഗത്തിൽ വെച്ച് തീരുമാനിച്ച കാര്യമാണെന്നാണ് നമ്മളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഡിവോഴ്സ് പാടില്ല. കാരണം ദൈവമായിട്ട് തീരുമാനിച്ച ഒരു കാര്യമാണ്. അപ്പൊ പക്ഷേ ഇത് അതിനെതിരായിട്ട്, നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എതിരായിട്ട് നിങ്ങൾ ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നു, ആരോ ഒരാള്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ലിയോ ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ഉണ്ട്, ടോറസ് ഉണ്ട് ഇവിടെ. ടോറസ് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മളെ എനർജിയാണ് നോക്കിയത്. ഇനി നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ ഇത്രയും കാറ്റെടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു വേൾഡ് കാർഡ് പിന്നെയും റിവേഴ്സ് വരുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് നോ കോൺടാക്ട് റിലേഷൻഷിപ്പ് ആണ്. ഒരാളുടെ ഉഴപ്പ് കാരണമാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഒരാള് ആക്ഷൻ എടുക്കാൻ മടിയുള്ള ഒരാള്, ടോറസ് എന്ന് വെച്ചാൽ സോഡിയാക് സൈൻ, അവര് വിവാഹം എന്ന ബന്ധത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. മനസ്സിലായോ? അവരായിട്ട് ഒരു ഡിവോഴ്സിലേക്ക് പോവില്ല. അപ്പൊ മറ്റേ ആള്, കൂടെയുള്ള ആള് ഡിവോഴ്സിലേക്ക് പോയാൽ മാത്രമേ ഇതൊരു അവസാനമാകുള്ളൂ. ഇവര് എന്തൊക്കെ, ചില ടോറസ് ഭയങ്കര ഉഴപ്പാണ്. മനസ്സിലായോ? അപ്പോ ആ ഉഴപ്പ് അവര് ചെയ്താലും അവര് സ്വന്തം റെസ്പോൺസിബിലിറ്റി, ഭാര്യ, മക്കൾ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ ഒരിക്കലും വേണ്ടാന്ന് വെക്കില്ല. എർത്ത് സൈൻ ആണ്, വളരെ സ്റ്റേബിൾ ആണ്. അവർ എന്ത് ആക്ഷൻ എടുക്കുമ്പോഴും അത് ലോങ് ടേമിലാണ്. അല്ലെങ്കിൽ ഇന്ന് കല്യാണം കഴിച്ച് നാളെ ഡിവോഴ്സ് ചെയ്യാന്നൊരു ചിന്ത അവരുടെ മനസ്സിലില്ല. ഒരു തരത്തിലും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റേ ആൾ ഒരു ആക്ഷൻ എടുക്കാൻ പോയാൽ ഇവർക്ക് അതിന്റെ കൂടെ പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർ യെസ് പറയും, അല്ലാതെ ഇവർ ഡിവോഴ്സിലേക്ക് പോവില്ല. അങ്ങനത്തെ ഒരു എനർജി അവർ ടോറസ് കണ്ടുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇവിടെ ആക്ഷൻ എടുക്കാൻ മടിയുള്ള ഒരു എനർജി ഉണ്ട്. ഒരാള് വളരെ ക്ലിയർ ആണ്, പല ഓപ്ഷൻസ് ഉണ്ട്, 3 ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് പല റിലേഷൻഷിപ്പ് ഉണ്ട് ഒരാൾക്ക്. അപ്പോ അതുകൊണ്ട് തന്നെ ഡിവോഴ്സിലേക്ക് പോകണമെന്ന് വിചാരിച്ച് നിങ്ങളുടെ മതം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, എന്നാലും നിങ്ങൾ ഡിവോഴ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ നോ കോൺടാക്ട് ആണ്, സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റിലേഷൻഷിപ്പ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ലീബ്ര, ഇത്രയും സോഡിയക് സൈൻ ആണ് കണ്ടത്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഭഗവാനെ, കുറെ കാശ് കമ്മ മനുഷ്യ ഭഗവാനെ,
ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഈ വ്യക്തി കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങും ആയിട്ടുള്ള ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ നമ്മളുടെ ചാരിയറ്റ് ഉണ്ട്. അപ്പൊ ഈ വ്യക്തി വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രൊട്ടക്ട്, ചിലപ്പോ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയും. നമ്മളെ പെട്ടെന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അവർക്ക് നമ്മളെ ഒബ്സഷൻ ആയിട്ട് മാറിയിട്ട് അവര് നമ്മളെ വിവാഹം കഴിക്കുന്ന ഒരു അവസ്ഥ, സ്ത്രീയായാലും പുരുഷനായാലും. അതല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കഷ്ടപ്പെടുന്ന, നിങ്ങളിലും ഈ വ്യക്തിയും തമ്മിൽ ഫിനാൻഷ്യലി അന്തരം ഉണ്ടാവുമായിരിക്കാം. അപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് നിങ്ങൾക്കൊരു നല്ല ജീവിതം നിങ്ങൾ നന്നായിട്ട് നോക്കണമെന്നുള്ള മനസ്സോടെ വന്ന ഒരു എനർജി. അതിപ്പോ ആ വ്യക്തിക്ക് പല ഉഴപ്പ് സ്വഭാവമുള്ള ആണെങ്കിലും ഇപ്പൊ ഈ വ്യക്തിക്ക് അവരോടെല്ലാം നിങ്ങളോടുള്ള പോലത്തെ ഫീലിങ്സ് ഉണ്ടാവണം എന്നില്ല. നിങ്ങളെ കണ്ടപ്പോ നിങ്ങളുമായിട്ടൊരു ജീവിതം പങ്കിടണം എന്ന് ആഗ്രഹിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തി നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം തന്നില്ല. എല്ലാം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം നടന്നത്. നിങ്ങളുടെ വീട്ടുകാർക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ കണ്ടിഷ്ടപ്പെട്ടു വന്നു നമ്മളും അങ്ങനെയല്ല പറഞ്ഞ അയ്യോ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാന്ന് പറയും. പക്ഷെ ഇഷ്ടപ്പെട്ട് കല്യാണം, ഒരു പണമുള്ള ഒരാള്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ വരുമ്പോ എല്ലാരും കൂടെ പെൺകുട്ടിയെ പറയും നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെട്ട് നല്ല പൈസ ഉണ്ട് സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞ് പല കല്യാണങ്ങളും നടക്കാറുണ്ട്. പെൺകുട്ടിയും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, വേറെ ആരോടും ഇഷ്ടമില്ല, ഈ വ്യക്തി കല്യാണം കഴിക്കാമെന്ന മട്ടില്ല. അതുപോലെ തന്നെ പുരുഷ സൈഡിലും അങ്ങനെ ചില സമയത്ത് ആവാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ എന്നാണ് പറയുന്നത്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ ഒരു കല്യാണമാണ് നടന്നത്. പക്ഷെ ഈ വ്യക്തി ശരിക്കും നിങ്ങളെ നന്നായിട്ട് നോക്കണം, നിങ്ങൾക്കൊരു കഷ്ടപ്പാടും വരരുത് എന്ന ഉദ്ദേശത്തിനാണ്. പല ബന്ധങ്ങളുള്ള ആളായിരിക്കാം, എന്നാലും നിങ്ങളെ കണ്ടപ്പോ ഒരു സോഫ്റ്റ് കോർണർ അത് ഇപ്പോഴും ഉണ്ടാവാം വ്യക്തിയുടെ മനസ്സിൽ. പക്ഷേ നിങ്ങൾക്ക് അത് വേണ്ട എന്നൊരു ചിന്തയുണ്ട് അല്ലെ? അപ്പൊ ഈ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരണമെന്ന് വിചാരിച്ച് തന്നെയാണ്, നിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല വ്യക്തി വന്നത്. പിന്നെ ഈ വ്യക്തി ചെയ്ത ഒരു കോമഡിയിൽ പറയുന്നുണ്ട്, കല്യാണ സമയത്ത് ചെക്കൻ പെണ്ണിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു, നിന്റെ വീട്ടുകാരോട് എന്റെ നാട്ടിൽ വന്ന് എന്നെ കുറിച്ച് അന്വേഷിക്കരുതെന്ന് പറയണം. അപ്പോ ചോദിക്കുമ്പോ പെൺകുട്ടി അപ്പൊ നിങ്ങൾ എന്താണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് നിർബന്ധമാണ് വെച്ചത്? ഞാനും പറഞ്ഞ എന്റെ കാര്യത്തിലും അങ്ങനെ അന്വേഷിക്കരുത് പറഞ്ഞെന്ന് പറയും. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ വെച്ചാൽ പെട്ടെന്ന് എന്ന് പറഞ്ഞ് കല്യാണം നടന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല. ഈ വ്യക്തിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു നിങ്ങള് വ്യക്തിയുടെ പാസ്റ്റിനെ കുറിച്ചോ ജീവിതശൈലിയെ കുറിച്ചോ ഒന്നും അറിയരുത്, അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കില്ല. അപ്പോ ഇത് ഒരു ഒരു കല്യാണം പോലെയാണ്, പക്ഷെ നല്ല ഉദ്ദേശത്തിലാണ് നിങ്ങളെ വിവാഹം കഴിച്ചത്. പിന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ മറ്റു സ്ത്രീകളോടോ മറ്റു പുരുഷന്മാരോടോ ഉള്ള ബന്ധം ഒരു പ്രശ്നമേ അല്ല. ഞാൻ അവരുടെ എല്ലാം കൂടെ ആണെങ്കിലും നിന്നെ മര്യാദക്ക് നോക്കുന്നില്ല, നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്നാണ് വ്യക്തി ചിന്തിക്കുന്നത്. അങ്ങനെ മനസ്സുള്ള ഒരാളാണ് ഇവിടെ. ക്യാൻസർ ഉണ്ട്, ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ ഉണ്ട്. നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് നോക്കാം എന്തെന്നാണ് ഈ എനർജി, ഈ ഇതിനെ കുറിച്ചിട്ട്, ഈ ഒരു നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോക്കാം. ഞാനിവിടെ തമാശയായിട്ട് പറയുന്നു, പക്ഷെ ഇതൊക്കെ വളരെ പെയിൻഫുൾ ആയ അവസ്ഥകളാണ് കേട്ടോ. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ ഞാനും കൂടെ ടെൻഷൻ അടിപ്പിക്കണ എന്തിനാ നിങ്ങളെ വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഏഞ്ചൽസ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. വർത്ത് വെയിറ്റിംഗ് ഫോർ എന്നാണ്. ഈ റിലേഷൻഷിപ്പ് നിങ്ങള് ഉപേക്ഷിക്കണ്ടെന്നാണ്, കുറച്ച് നാളും കൂടെ നോക്കുക എന്നാണ് പറയുന്നത്. പേ അറ്റൻഷൻ ടു റെഡ് ഫ്ലാഗ്. റെഡ് ഫ്ലാഗ്സ് ഇവിടെ ഉണ്ട്, അതില് കാര്യമൊന്നുമില്ല, എല്ലാ റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. കാരണം ഇത് വഴിവിട്ട ബന്ധങ്ങളുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെ വഴിവിട്ട ബന്ധമുള്ള ഒരാളെ എങ്ങനെ വിശ്വസിക്കും? ഞാൻ ഒരു ഇതും ചെയ്യുന്നില്ല, ഈ വ്യക്തി എല്ലാം ചെയ്യുന്നു, അപ്പൊ ഞാൻ എങ്ങനെ ഇത് അംഗീകരിച്ചു കൊടുക്കും എന്നൊരു ഇത് വരും. അത് ശരിയാണ്. പക്ഷെ ഇവിടെ ഏഞ്ചൽ മെസ്സേജസ് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്. ഈ വ്യക്തിയുടെ ചെറുപ്പകാലത്ത് ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയതെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ചെറുപ്പത്തിൽ ചിലപ്പോ ഒരു ഹാപ്പി അല്ലാത്ത ഒരു ഫാമിലി, ചിലപ്പോ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നു, അമ്മ അച്ഛനെ ഉപദ്രവിക്കുന്നതോ രണ്ടുപേർക്കും വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളായിരിക്കും. അപ്പൊ ഈ വ്യക്തിക്ക് ഇതൊരു തെറ്റായിട്ട്, കാരണം ഞാനും ഇങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, പക്ഷെ എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്നാണ് ഈ വ്യക്തിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത്. മാനസികമായിട്ട് ശരിക്കും നല്ല ഒരാളാണ് ഇതെന്നാണ് പറയുന്നത്. അതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാല്, പക്ഷെ ഏഞ്ചൽസ് അതാണ് പറയുന്നത്. ദിസ് കുഡ് ബി ദ വൺ. കണ്ടോ, ഇതാണ് നിങ്ങളുടെ ആള് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനിയിപ്പോ യൂണിവേഴ്സ് ഏഞ്ചൽസ് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എനിക്കറിയില്ല, എന്നോട് ചോദിക്കരുത്. കാരണം ഏഞ്ചൽസ് പറഞ്ഞ ഇതാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത്. നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോകാനോ വഴക്കിട്ട വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും.
യൂണിവേഴ്സ് പറയുന്നത് ഇതാണ് നിങ്ങൾ, ഏഞ്ചൽസ് പറയുന്നത് ഇതാണ് നിങ്ങളുടെ വ്യക്തി. ഈ വ്യക്തി ഇങ്ങനെ ആയിപ്പോയതിന് ഈ വ്യക്തിയെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. എത്ര ആൾക്കാർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഏഞ്ചൽ മെസ്സേജസ് എന്ന് എനിക്ക് അറിഞ്ഞു. ഒരു അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ചിലർ ജീവിക്കുന്നുമുണ്ട്. മനസ്സിലായോ? കുറെ കണ്ടില്ല കേട്ടില്ല എന്നടിക്കും. കാരണം ഏത് ബന്ധത്തിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവരും വിചാരിക്കുക എവിടെ പോലും ഇതൊക്കെ തന്നെയാ, പിന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. മനസ്സിലായോ? അങ്ങനത്തെ ആളുകളുണ്ട്. എന്തായാലും നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ജീവിതം. ഞാനിവിടെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ഉപദ്രവിക്കരുത്. ഈ മെസ്സേജസിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് അടുത്ത മൂന്നാമത്തെ യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങളുടെ തമ്മിലുള്ള എനർജിയാണ്. എംപറർ ആണ് ഇവിടെ. എംപറർ എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. നോക്കുന്നത് ഇത് എംപറർ ആണ്. സിംഹാസനത്തിൽ ഉറച്ചിരിക്കുന്ന, വളരെ ഉറച്ചിരുന്ന് നേരെ നോക്കുന്ന, ഒന്നൊരു കൂസലും ഇല്ലാത്ത ഒരു എംപറർ ആണിത്. ഇതാണ് നിങ്ങളുടെ എനർജി. വളരെ സ്ട്രോങ് ആയ, ചിലപ്പോൾ വളരെ പഴക്കം, വെച്ചാല് വിവാഹം കഴിച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്, നിങ്ങൾ പുതിയതായിട്ട് വിവാഹം കഴിച്ചവരല്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ലിവിങ് ടുഗദർ ആണെങ്കിലും ഇത് കുറച്ച് പഴക്കമുള്ള ഒരു ബന്ധമാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേരെയും അറിയാം. ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ഥിരതയുണ്ട്. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, കുറച്ച് പ്രായമായ ആളുകളാണ്. അപ്പൊ അതിൻ്റെതായ അറിവുള്ള ആളുകളാണ്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഈ വ്യക്തി എന്താണ് എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത്. എനിക്കറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. എംപറർ ഏരീസ് സോഡിയാക് സൈൻ ആണ്. ക്ലാരിഫൈ ചെയ്യുന്നത് 7 ഓഫ് പെന്റക്കിൾസ്. 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ഇത് ശരിക്കും ലോങ് ടേം ആണ്. ഇത് ഡിവോഴ്സിലേക്കോ സെപ്പറേഷനിലേക്കോ ഒന്നും പോകാനുള്ള ഒരു ചാൻസും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആണ്. 4 ഓഫ് സ്വേർഡ്സും ഉണ്ട് ഇതിന്റെ കൂടെ. ഇത് അനുഭവിച്ചു, അറിഞ്ഞു, എനിക്കറിയാം എന്റെ റിലേഷൻഷിപ്പിൽ എന്താണ്, പക്ഷെ കുഴപ്പമില്ല, ഞാനത് അംഗീകരിക്കുന്നു. അതിനെതിരെ ഞാനൊരു ആക്ഷനും എടുക്കുന്നില്ല എന്നൊരവസ്ഥയാണ് ഇവിടെ. എനിക്കറിയാം പ്രശ്നങ്ങളുണ്ട്, ആരുടെ ലൈഫിലാണ് പ്രശ്നമില്ലാത്ത എന്ന് ചിന്തിക്കുന്ന രണ്ടുപേരാണ് ഇവിടെ കേട്ടോ. അപ്പോ കണ്ടും കേട്ടും സഹിച്ചും അനുഭവിച്ചും എല്ലാം ജീവിക്കുന്ന രണ്ടുപേരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇത് ഏരീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഒരു ആക്ഷനും എടുക്കുന്നില്ല. മെച്ചൂർഡ് ആയ രണ്ടുപേര്. ഓൾറൈറ്റ്. അപ്പോ നമ്മൾ ഒരു ഡിവോഴ്സിലേക്ക് പോകുമ്പോഴേ നമ്മൾ വേറൊരു നല്ല റിലേഷൻഷിപ്പ് വരുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ നമ്മൾ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകരുത്. ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇന്ന് പോകുമ്പോൾ നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കാം, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും എന്ന ഒരു മനസ്സിന്റെ ഒരു ശക്തിയോടുകൂടി ഇറങ്ങണം. അതല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും കേട്ടോ. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമ്മൾ ഉറച്ച മനസ്സോടെ എന്തും വരട്ടെ ഞാനത് ഫേസ് ചെയ്യാൻ റെഡിയാണ്, മറ്റുള്ളവരെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുള്ള ഉദ്ദേശത്തിൽ മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. ഒന്നില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും, അല്ലെങ്കിൽ ജീവിതം നിങ്ങൾക്ക് ഭയങ്കര നരകമായി പോകും. അപ്പൊ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ എപ്പോഴും ചിന്തിക്കുക, എന്താണ് എൻ്റെ അടുത്ത ആക്ഷൻ, ഇതിന്റെ ഭാവി എന്താണ് എന്ന് ചിന്തിച്ചിട്ട് വേണം ഇറങ്ങാൻ. അല്ലാതെ തിരിച്ചു പോകാൻ വേണ്ടി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങരുത്. നമ്മളുടെ വില നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ നോക്കിയപ്പോ ഇവിടെ 3 കാർഡുകളാണ് വന്നത്. 8 ഓഫ് പെന്റക്കിൾസ്, 7 ഓഫ് വാൻസും പിന്നെ വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് പരിഹരിക്കാം എന്ന് വിശ്വസിക്കുന്ന രണ്ടുപേരാണ് ഇവിടെ. അപ്പൊ ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാല് വളർന്നു വരുന്ന ഒരു മരം പോലെയാണ്. നമുക്ക് അതിന് ആവശ്യമുള്ള വളം നൽകണം, അതിൽ നിന്ന് കീടങ്ങളെ മാറ്റണം, പിന്നെ ശിഖരങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ, അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ചില സമയത്ത് ശിഖരങ്ങൾ മുറിച്ചു കളയണം, കേടായിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചു കളയണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു പുഷ്ടിയുള്ള ഒരു റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോ അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ദിവസവും ഒരു പ്രയത്നിക്കണം ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണമെങ്കിൽ. അത് പക്ഷെ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയെ കുറ്റം പറയില്ല, മറ്റുള്ളവരോട് കുറ്റപ്പെടുത്തുന്നില്ല. കാരണം
കാരണം നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടുന്ന വിലയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാവേണ്ടത്. നമ്മളുടെ വ്യക്തിയുടെ വില പോയാലും നമ്മൾക്കും വിലയില്ല. ഭാര്യയ്ക്ക് വില കൊടുക്കാത്ത ഭർത്താവിനെ ആരും വില വെക്കില്ല. ഭർത്താവിന് വില കൊടുക്കാത്ത ഭാര്യയെ ആരും വില കൊടുക്കില്ല. അത് നമ്മൾ എപ്പോഴും ഓർക്കുക. നമ്മൾ ഭർത്താവിനെ കുറ്റം പറയുമ്പോൾ നാട്ടുകാർ നമ്മളോട് സിമ്പതി കാണിക്കും, അവര് നമ്മളെ വില വെക്കുന്നല്ല. നീ ആള് കൊള്ളാലോ, സ്മാർട്ട് ആണല്ലോ എന്ന് പറയുന്നവര് നിങ്ങളെ പറ്റിക്കുകയാണ് പറഞ്ഞ്. നിങ്ങൾ ഒരു വിലയില്ല അവർക്ക്. കാരണം നിങ്ങളുടെ കൂടെ താമസിക്കുന്ന, നിങ്ങൾക്ക് ചെലവിന് തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെലവിന് കൊടുക്കുന്ന നിങ്ങളുടെ ബന്ധുവായ, രക്തബന്ധമാണെങ്കിലും രക്തബന്ധമല്ലാത്തതാണ് ഈ ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയുമായിട്ടുള്ള ബന്ധം, അത് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അവരെ കുറ്റപ്പെടുത്തുന്നവരെ ആരും റെസ്പെക്ട് ചെയ്യില്ല. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അവിടെ നമ്മൾ വിജയിക്കുകയല്ല, തോൽക്കുകയാണ്. അത് നിങ്ങൾക്കറിയാം. ഈ റീഡിംഗ് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് റീഡിംഗ് എടുക്കുന്നത്? ഈ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? അതിന് നിങ്ങൾക്ക് എന്താ? എന്റെ ഫാമിലി അല്ലേ, ഞാനല്ലേ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യയെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഞാനല്ലേ അവരുടെ കൂടെ ജീവിക്കുന്നത്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും കളയരുത് അത്. അവരെ കളിയാക്കുകയോ അവരെ പുച്ഛിക്കുകയോ അല്ല വേണ്ട, അവരെ നിങ്ങളെ കൂടെ നിർത്തുക. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. അപ്പോ വീൽ ഓഫ് ഫോർച്യൂൺ, ഈ നിങ്ങളുടെ വിശ്വാസം ഇതെല്ലാം മാറുന്ന ഒരു സമയം വരും എന്നാണ്. അപ്പോ ഈ വ്യക്തിക്ക് കുറെ നല്ല സ്വഭാവങ്ങളുണ്ട്. അതിൽ ചെറിയ ചില സ്വഭാവങ്ങളുണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത. അത് നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും അത് മാറും, എന്തായാലും ഇത്രയും വർഷമായാലും ഇനിയിപ്പോ ഇതിന്റെ പുറകെ നടന്നിട്ട് എന്താ കാര്യം. അപ്പോ ഞാൻ എന്റെ സ്വന്തം ഇവിടെ ഒരു ജോലിയുള്ള ഒരാളാണ്. അപ്പൊ സ്വന്തം ജോലിയിൽ വ്യാപൃതനായ ഒരാള്, അയാളുടെ കൂടെ ജീവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി, ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരാള്, വളരെ നല്ല ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏറീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. ഇനി ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളതിന്റെ ഉദ്ദേശം എന്താ? നമുക്ക് അതാണ് നോക്കേണ്ടത്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളതിന്റെ ഉദ്ദേശം നിങ്ങളുമായിട്ട് ഫാമിലി ആവണം എന്ന്, നിങ്ങളുമായിട്ടുള്ള ജീവിതം വളരെ സന്തോഷമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ വ്യക്തി ഒട്ടും ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല. ഈ റിലേഷൻഷിപ്പ് എപ്പോഴോ ഈ വ്യക്തി അബാൻഡൻ ചെയ്ത് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫാമിലി, ഈ വ്യക്തി വന്നിരിക്കുന്നത് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റാത്ത, ഇവരൊരു ഫാമിലിയുടെ കാർഡും ടെൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആണ്, ട്രഡീഷണൽ ഫാമിലിയാണ്. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച ഒരാള്, എയ്റ്റ് ഓഫ് കപ്സ് കാണും, ഈ വ്യക്തി ഇറങ്ങിപ്പോയതാണ്. ചിലപ്പോ ഈ വ്യക്തി ഒരു ഡിവോഴ്സി ആയിരിക്കാം ഓൾറെഡി. അപ്പൊ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറിയ ഒരാളായിരിക്കാം. മനസ്സിലായോ? ഫാമിലിയിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ, നമ്മൾ ഈ പുറമേ കാണുന്നതല്ല ശരിക്കും ഫാമിലിയിലെ കാര്യങ്ങൾ, ഉള്ളിൽ അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. പുറമെ എത്ര ഇതായിട്ട് പൊലിച്ചു നിൽക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ പോലും, അങ്ങനെ ഒരു വേർഡുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാ, ക്ഷമിക്കണം. അപ്പോ അങ്ങനെ ഒരു ഫാമിലി ആണെങ്കിലും അതിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സഹിക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോന്ന ഒരാളാണ് ഈ വ്യക്തി. അപ്പോ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറിയിരിക്കുന്നത്. ചിലപ്പോൾ ഇതൊരു നിങ്ങളുടെ രണ്ടാമത്തെ വിവാഹമോ മൂന്നാമത്തെ വിവാഹമോ എന്തെങ്കിലും ആയിക്കോട്ടെ. പല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ രണ്ടുപേരാണ്, പല റിലേഷൻഷിപ്പിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ അംഗീകരിക്കുക. അപ്പൊ ഈ വ്യക്തിയുടെ പാസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ ഒരു ഇതിനാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും എവിടെ പോകാനാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആണ് സെറ്റിൽ ചെയ്ത് നിൽക്കുന്നത് ഇവിടെ. അപ്പൊ ഇവിടെ ടെൻ ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. വളരെ ഹാപ്പി ആയ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ്. അപ്പൊ ഈ വ്യക്തിക്ക് അതൊന്നും പൈസയുള്ള നല്ല പ്രശസ്തിയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറിക്കുന്നത്, നിങ്ങൾക്ക് അറിയാം. അപ്പോ വ്യക്തി വളരെ സാധുവായിരിക്കാം, അതുപോലെ തന്നെ വ്യത്യസ്തമായ ചിന്താഗതികളുള്ള ആളായിരിക്കാം, പണത്തിനധികം വില കൊടുക്കാത്ത ആളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരാളാകുമ്പോഴത്തേക്കും വളരെ സാത്വികനായ ആളുകൾക്ക് ഫാമിലി മാറ്റേഴ്സിൽ അത്ര വലിയ, സ്ത്രീ ആയാലും പുരുഷൻ, അത്ര വലിയ സ്പിരിച്വൽ ആയ ആളുകൾ, വളരെ സ്പിരിച്വൽ ആണ്, വളരെ റിലീജിയസ് ആയ ആളുകൾക്ക് ജീവിതത്തിന്റെ ഈ ഒരു കാര്യങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വ്യക്തി. അപ്പൊ ഈ വ്യക്തി ഇങ്ങനെ വന്ന് കയറിയതാണ്. അപ്പോ ഈ വ്യക്തിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോ വേണമെങ്കിൽ ഇറങ്ങി പോകാം, അതും ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി, അത് നിങ്ങൾ ആ വ്യക്തിയെ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വന്നിരിക്കുന്നത് ഈ ഒരു കാര്യത്തിനാണ്. കാരണം അവിടെ ഈ വ്യക്തി അനുഭവിച്ചതൊന്നും നിങ്ങളുടെ ആയിട്ടുള്ള ബന്ധത്തിൽ ഈ വ്യക്തി അനുഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വ്യക്തി ഇവിടെ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ കുറെ ദുഃഖങ്ങളുള്ള, ഇമോഷണൽ ആയിട്ട് ഇൻവോൾവ് ആവാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. കാരണം ഇമോഷൻസിന് ചിലപ്പോൾ പേടിയായിരിക്കും, ഇമോഷൻസ് കൊടുത്തിട്ട് പണി കിട്ടിയ ഒരാളായിരിക്കും. എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം കൊടുക്കാതെ നിങ്ങൾ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് നോക്കാം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത്?
ഫിനാൻസ് ആൻഡ് കരിയർ. നിങ്ങളെ ബന്ധിപ്പിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ബിസിനസ് വല്ലതും ആണോ? ഹണിമൂൺ പീരീഡ് ആണ് ഇതിപ്പോ നിങ്ങളുടെ എന്ന് പറയുന്നുണ്ട്. അത് എൻജോയ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഡിസെപ്ഷൻ. ചിലപ്പോ ഈ വ്യക്തി നിങ്ങളെ ചിലപ്പോ ഈ വ്യക്തി ഒരു എന്നുവെച്ചാല് നിങ്ങളെ ഡിസീവ് ചെയ്യുന്ന പോലെ ഈ വ്യക്തിയുടെ ഉള്ളിൽ വളരെയധികം സങ്കടങ്ങൾ ഉണ്ടാവും. ചിലപ്പോ എല്ലാം ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പറയുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും. അപ്പൊ ഡിസെപ്ഷൻ ഉണ്ട്. കുറെ ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പറ്റിച്ച് വേറെ സ്ത്രീയുടെ പുറകെ പുരുഷന്മാരുടെ കൂടെ പോകുന്നല്ല. നിങ്ങളോട് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. അപ്പൊ കുറെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തിലാണ് എന്ന അഭിനയം ഈ വ്യക്തി കാഴ്ചവെക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി വളരെ അത്രയും സന്തോഷത്തിലായിരിക്കില്ല. ചിലപ്പോൾ സങ്കടമൊക്കെ ഉള്ള ആളായിരിക്കും. ഹണിമൂൺ പീരീഡ് ആണ് നിങ്ങളുടെ. ഇത് നല്ല സമയമാണ്. ഇത് വെഡിങ്ങിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോ ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി വിവാഹം കഴിക്കാൻ പേടിയുള്ള ഒരാളായിരിക്കും. പക്ഷെ നിങ്ങളോട് പറയാൻ പറ്റില്ല. നിങ്ങളുമായിട്ട് അത്രയും അടുത്തു. മനസ്സിലായോ? അപ്പോ ഇത് ചിലപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്ത് കണ്ടുമുട്ടിയ രണ്ടുപേരായിരിക്കാം. പുതിയതായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ആളായിരിക്കാം. ഓഫീസിലേക്ക് വന്ന ആളായിരിക്കാം. എന്തോ റിലേഷൻഷിപ്പ് ഒരു ജോലി സംബന്ധമായ ഒരു ബന്ധമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ തന്നെ ഒരുമിച്ച് താമസിക്കുന്നവരാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തിയെ ശരിക്കും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഫോഴ്സ് ചെയ്യരുത്. അതിന് സമയമാകുമ്പോൾ വ്യക്തി തന്നെത്താനെ സംസാരിച്ചോളൂ കേട്ടോ. അപ്പൊ അതാണ് ഏഞ്ചൽ മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടിയത്. ഭഗവാനെ, അപ്പൊ ഈ നിമിഷം വരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.